ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡോക്യുമെന്ററി എവിഡൻസ് ഫോർ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡ്യൂട്ടീസ് ഓഫ് അക്കൗണ്ടന്റ് ആണ്. അക്കൗണ്ടന്റിന് പ്രധാനമായിട്ടും 4 ഡ്യൂട്ടീസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ ഡ്യൂട്ടി ആയിരുന്നു പ്രിപ്പറേഷൻ ഓഫ് ഡോക്യുമെന്ററി എവിഡൻസ് ഫോർ എവരി ബിസിനസ് ട്രാൻസാക്ഷൻ. അപ്പോ ഓരോ ബിസിനസ് ട്രാൻസാക്ഷനും ഡോക്യുമെന്ററി എവിഡൻസ് തയ്യാറാക്കുക എന്നുള്ളതാണ് അക്കൗണ്ടന്റിന്റെ ഒന്നാമത്തെ ഡ്യൂട്ടി. അപ്പോ സ്ഥാപനത്തില് വരുന്ന പ്രധാനപ്പെട്ട ചില ബിസിനസ് ട്രാൻസാക്ഷൻസും അതിന്റെ ഡോക്യുമെന്ററി എവിഡൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതൊരു ടാബിൾ രൂപത്തിലാണ് പ്രസന്റ് ചെയ്യുന്നത്. 3 കോളമാണുള്ളത്. ഒന്നാമത്തെ കോളം സീരിയൽ നമ്പർ, രണ്ടാമത്തെ കോളം ബിസിനസ് ട്രാൻസാക്ഷൻ, മൂന്നാമത്തെ കോളം ഡോക്യുമെന്ററി എവിഡൻസ്. ഇനി ഇതില് ഒന്നാമത്തെ കോളം നമുക്ക് സീരിയൽ നമ്പർ ആണല്ലോ, അപ്പൊ അതിൽ നമ്പർ കാണിക്കും. രണ്ടാമത് ബിസിനസ് ട്രാൻസാക്ഷൻ, ബിസിനസ് സ്ഥാപനത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ചില ബിസിനസ് ഡീലിംഗ്സിനെ പറ്റിയാണ് പറയാ. അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കേണ്ട ഡോക്യുമെന്ററി എവിഡൻസ് മൂന്നാമത്തെ കോളത്തിലും എക്സ്പ്രസ് ചെയ്യും. ഇനി ഒന്നാമത്തേതാണ് ക്യാഷ് പേയ്മെന്റ് ഡീലിംഗ്സ്. അതായത് ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാല് ക്യാഷ് പേയ്മെന്റ് ഡീലിംഗ്സ് ഉണ്ടാകും. അതായത് നമ്മള് ഒരുപാട് ക്യാഷ് ആയിട്ട് എന്തുണ്ടാവും, കൊടുക്കുന്ന ഡീലിംഗ്സുകൾ ഉണ്ടായിരിക്കും അല്ലെ, തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ അങ്ങനെ ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന പേയ്മെന്റ് ഡീലിംഗ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ക്യാഷ് പേയ്മെന്റ് വൗച്ചറിലാണ്. അതായത് CPV-യിലാണ് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യേണ്ടത്. ക്യാഷ് ആയിട്ട് പേയ്മെന്റ് നടത്തുന്ന ഡീലിംഗ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യേണ്ടത് ക്യാഷ് പേയ്മെന്റ് വൗച്ചറിലാണ്. രണ്ടാമത്തതാണ് ബാങ്ക് പേയ്മെന്റ് ഡീലിംഗ്സ്. അതുപോലെ ചില പേയ്മെന്റ് നമ്മൾ ചെയ്യുന്നത് ബാങ്ക് വഴി ആയിട്ട് ആയിരിക്കും. അതായത് ബാങ്ക് മുഖാന്തരം എന്ത് ചെയ്യാണ്, നമ്മുടെ പേയ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് അവർക്ക് പേയ്മെന്റ് കൊടുക്കുക, ഏതെങ്കിലും പാർട്ടിക്കൊക്കെ പേയ്മെന്റ് കൊടുക്കുന്നത് ബാങ്ക് വഴി ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത്തരം പേയ്മെന്റ് റെക്കോർഡ് ചെയ്യേണ്ടത് ബാങ്ക് പേയ്മെന്റ് വൗച്ചറിലാണ് അഥവാ BPV-യിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തതാണ് മൂന്നാമത്തെ ക്യാഷ് റിസീവ്ഡ് ഡീലിംഗ്സ്. അതുപോലെ പേയ്മെന്റ് പോലെ തന്നെ സ്ഥാപനത്തിൽ നടക്കുന്ന മറ്റു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റിസീവ്ഡ് ഡീലിംഗ്സുകൾ ഉണ്ടായിരിക്കും. അതായത് റിസീവ്ഡ് ഡീലിംഗ്സ് എന്ന് പറയുമ്പോൾ അത് ക്യാഷ് ആയിട്ടും റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കും, അതുപോലെ ബാങ്കിക്ക് നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കും. കിട്ടാനുള്ള എമൗണ്ട് നമ്മൾ എന്താണ് നേരിട്ട് ക്യാഷ് ആയിട്ട്, ഫിസിക്കൽ ക്യാഷ് ആയിട്ടും, നേരെ മറിച്ച് എന്താണ് കിട്ടാനുള്ള എമൗണ്ട് ബാങ്കിലോട്ട്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യുന്നതുണ്ടായിരിക്കും. അങ്ങനെ ക്യാഷ് റിസീവ്ഡ് ആയിട്ടുള്ള ഡീലിംഗ്സ് ആണെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യേണ്ടത് ക്യാഷ് റെസിപ്റ്റ് വൗച്ചറിലാണ്, അതായത് CRV-യിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അടുത്താണ് ബാങ്ക് റിസീവ്ഡ് ഡീലിംഗ്സ്. അതായത് ബാങ്കിലോട്ട് എന്ത് ചെയ്യണം, നമ്മൾ കിട്ടാനുള്ള ക്യാഷ് ബാങ്കിലോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അത് ബാങ്ക് റിസീവ്ഡ് ഡീലിംഗ്സ് എന്ന് പറയും. അത്തരത്തിലുള്ള ഡീലിംഗ്സ് എന്ത് ചെയ്യണം, ബാങ്ക് റെസിപ്റ്റ് വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, അതായത് BRV-യിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അടുത്തതാണ് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ആൻഡ് ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്. ഈ ഒരു എൻട്രി ശ്രദ്ധിക്കുക. അതായത് ഒരു ട്രാൻസാക്ഷൻ ആണ് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ക്യാഷ് എന്ത് ചെയ്യാണ്, നമ്മൾ ബാങ്കിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്താണ്, ക്യാഷും ബാങ്കും തമ്മിലുള്ള ഡീലിംഗ്സ് ആണ്. അടുത്തൊരു നോക്കുക, ആൻഡ് ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്. ക്യാഷ് എന്ത് ചെയ്യാണ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യാണ് സ്ഥാപനം വിഡ്രോ ചെയ്യുക. അതും ക്യാഷും ബാങ്കും തമ്മിലുള്ള എൻട്രിയാണ് വരിക. അപ്പൊ ഫസ്റ്റ് എൻട്രി എന്താ വരിക, ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. രണ്ടും എന്താണ്, അസറ്റാണ്. ക്യാഷും ബാങ്കും അസറ്റാണ്. അപ്പൊ സ്ഥാപനത്തിൽ നിന്നുണ്ടായിരുന്ന ക്യാഷ് എന്ന അസറ്റ് എന്താണ്, ബാങ്കിലോട്ട് പോകുമ്പോ ക്യാഷ് കുറയും ചെയ്യും, ബാങ്കിന് അസറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോ എന്ത് എൻട്രി വരിക, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്, ഇതാണ് എൻട്രി വരിക. കാരണം എന്താണ്, ബാങ്ക് ഏത് ബാങ്കാണ് ആ ബാങ്കിന്റെ പേര് എഴുതണം. ഇപ്പൊ SBI ആണെങ്കിൽ SBI ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. അപ്പോ ബാങ്ക് എന്ന അസറ്റ് എന്താണ്, അത് കൂടുകയാണ്, അതേസമയം ക്യാഷ് എന്ന അസറ്റ് എന്താണ്, കുറയാണ് ചെയ്യുന്നത്. അതുപോലെ എന്താണ്, അടുത്തെന്താണ്, ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്. ബാങ്കിൽ നിന്ന് എന്ത് ചെയ്തു, നമ്മുടെ ക്യാഷ് എന്ത് ചെയ്തു, വിഡ്രോ ചെയ്തു. അപ്പൊ സ്ഥാപനത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, സ്ഥാപനത്തിലോട്ട് ക്യാഷ് വരികയാണ്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഏത് ബാങ്കാണ് വെച്ചാൽ ആ ബാങ്ക്, അതാണ് എൻട്രി വരിക. അപ്പൊ ഈ ഒരു 2 ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാല് ഇതിന്റെ ജേണൽ എൻട്രി വരുന്നത് എന്താണ്, ക്യാഷും ബാങ്കും തമ്മിലുള്ള എൻട്രിയാണ് വരിക. അപ്പൊ ക്യാഷും ബാങ്കും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ അത് കോൺട്രാ വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ഓർത്തു വെക്കുക.
കാരണം ഇതൊക്കെ 2 മാർക്ക് ചോദിച്ചിട്ടുണ്ട്, എന്താണ് കോൺട്രാ വൗച്ചർ എന്നുള്ളത്. അപ്പൊ ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്, അത് റെക്കോർഡ് ചെയ്യേണ്ടത് കോൺട്രാ വൗച്ചറിലാണ്, CV-യിൽ. ഓക്കെ, അടുത്താണ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആൻഡ് എക്സ്പെൻസ് ഫോർ ക്രെഡിറ്റ്. നമ്മുടെ സ്ഥാപനത്തില് നമ്മൾക്ക് ഫിക്സഡ് ആയിട്ടുള്ള അസറ്റുകൾ നമ്മൾ എന്തുണ്ടാവും, റെഡി ക്യാഷിനല്ലാതെ നമ്മൾ കടത്തിൽ വാങ്ങിച്ചിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ ക്യാഷിനാണെങ്കിലോ അങ്ങനെ സംശയം വരും. അതായത് ഫിക്സഡ് അസറ്റ് വാങ്ങിക്കണം എന്താണ്, നമ്മൾ ക്യാഷിനാണെന്നുണ്ടെങ്കിൽ എന്താണ്, ക്യാഷ് പേയ്മെന്റ് ഡീലിങ്സ് ആണ്. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ക്യാഷിനാണെന്നുണ്ടെങ്കിൽ, ഇനി ബാങ്കിനാണെങ്കിലോ ചിലപ്പോൾ ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ബാങ്കിക്ക് ക്യാഷ് എടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഒന്നെങ്കിൽ അത് ക്യാഷ് പേയ്മെന്റ് ഡീലിങ്സ്, അതായത് ക്യാഷ് പേയ്മെന്റ് വൗച്ചറിൽ രേഖപ്പെടുത്തുക ക്യാഷിനാണെങ്കിൽ. ഇനി അത് ബാങ്ക് കൂടെ പേയ്മെന്റ് വഴിയാണെങ്കിൽ എന്ത് ചെയ്യുക, ബാങ്ക് പേയ്മെന്റ് വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി അതല്ല ഫിക്സഡ് അസറ്റ് എന്ത് ചെയ്യണേ, നമ്മൾ വാങ്ങിക്കുന്നത് കടത്തിനാണെന്നുണ്ടെങ്കിൽ, അതുപോലെ എക്സ്പെൻസ് ഫോർ ക്രെഡിറ്റ്, സ്ഥാപനത്തിൽ ചില എക്സ്പെൻസുകൾ ഉണ്ടാവും അല്ലെ, അല്ലാതെ ചില്ലറ ചെലവുകൾ ഉണ്ടാവും. അത്തരത്തിലുള്ള ചെലവുകൾ, ആ ചെലവൊക്കെ നമ്മൾ എന്താണ് കടത്തിനാണെങ്കിൽ, അത് ഇപ്പൊ ക്യാഷ് കൊടുക്കുന്നില്ല, പിന്നീട് ക്യാഷ് കൊടുക്കാന്നുള്ള ഉപാധികൾ കൂടി സാധനങ്ങളൊക്കെ വാങ്ങിക്കുണ്ടാവും, സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുണ്ടാവും. അത്തരത്തിലുള്ള എക്സ്പെൻസുകൾ എന്ത് ചെയ്യണേ, നമ്മൾ കടത്തിനാണെന്നുണ്ടെങ്കിലൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടത് ജേണൽ വൗച്ചറിലാണ്. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യണേ, എക്സ്പെൻസ് ഒക്കെ ഉണ്ടാകുന്ന എന്താണ്, ക്യാഷിനാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ക്യാഷ് പേയ്മെന്റ് വൗച്ചറിൽ രേഖപ്പെടുത്തുക. കടത്തിനാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ജേണൽ വൗച്ചർ യൂസ് ചെയ്യുക. അത് ഏത് കടത്തിന്, ഫിക്സഡ് അസറ്റും എക്സ്പെൻസും കടത്തിനാണെങ്കിൽ ഓക്കെ, ജേണൽ വൗച്ചറിൽ റെക്കോർഡ് ചെയ്യുക, JV-യിൽ റെക്കോർഡ് ചെയ്യുക. അത് കഴിഞ്ഞാല് പർച്ചേസ് സ്റ്റോക്ക് ഫോർ ക്യാഷ് ഓർ ക്രെഡിറ്റ്. നമ്മുടെ സ്ഥാപനത്തിലെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഗുഡ്സ് വാങ്ങിക്കുക എന്തിന്, ഒന്നെങ്കിൽ ക്യാഷിന് അല്ലെങ്കിൽ കടത്തിന് വാങ്ങിക്കും അല്ലെ. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ സ്ഥാപനം വാങ്ങിച്ചിട്ട് ആ സ്റ്റോക്ക് എന്ത് ചെയ്യും, നമ്മൾ അത് വീണ്ടും ഒന്നെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ അതേ ഐറ്റം തന്നെ എന്ത് ചെയ്യും, കസ്റ്റമേഴ്സിന് റീസെയിൽ ചെയ്യും അല്ലെ. അപ്പൊ അതാണ് മെയിൻ ബിസിനസ് ആയിട്ട് വരിക. അപ്പൊ ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ ഗുഡ്സ് നമ്മൾ കടത്തിനോ ക്യാഷിനോ നമ്മൾ എന്ത് ചെയ്യണം, സപ്ലയറുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ ക്യാഷ് പർച്ചേസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ് ആണെന്നുണ്ടെങ്കിലും അത് ഏതിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, പർച്ചേസ് വൗച്ചറിലാണ്, PV-യിൽ. അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. അതായത് നേരത്തെ പറഞ്ഞ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ഥാപനത്തിൽ വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന ഐറ്റംസുകളല്ല. ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്നതല്ല. ഇപ്പൊ ഫർണിച്ചർ, അതുപോലെ മിഷനറി അല്ലെ, ബിൽഡിങ്, ഇത്തരത്തിലുള്ള ഫിക്സഡ് അസറ്റ് നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്നതല്ല. അത് ബിസിനസ് എന്താണ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫിക്സഡ് അസറ്റുകൾ വേണ്ടി വരും. അത് ചിലപ്പോൾ നമ്മളടുത്ത് ഫണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും, കടത്തിന് വാങ്ങിക്കും, ചിലപ്പോൾ ക്യാഷിന് വാങ്ങിക്കും. അപ്പൊ എക്സ്പെൻസും അതുപോലെ തന്നെയാണ്. അതേസമയം സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ വീണ്ടും വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന ഐറ്റംസുകളാണ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഗുഡ്സ് എന്ന് പറയാം. അത് ക്യാഷിനോ കടത്തിനോ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യേണ്ടത് എന്താണ്, പർച്ചേസ് വൗച്ചറിലാണ്, PV-യിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അതുപോലെ സെയിൽസ് വരും, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ഓർ ക്രെഡിറ്റ്. നമ്മള് ഗുഡ്സ് എന്ത് ചെയ്യാണ്, ക്യാഷിനോ കടത്തിനോ നമ്മളെ കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, സ്പോട്ടിൽ ക്യാഷ് തരും, ചില ആളുകൾ എന്ത് ചെയ്യും, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ക്യാഷ് തരാന്ന് പറയും അല്ലെ. അപ്പൊ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ഓർ ക്രെഡിറ്റ്, ഗുഡ്സ് എന്ത് ചെയ്യാണ്, നമ്മൾ ക്യാഷിനോ കടത്തിനോ നമ്മൾ എന്ത് ചെയ്യണം, വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യേണ്ടത് സെയിൽസ് വൗച്ചറിലാണ് അഥവാ SV-യിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി 9ാമത്തെ നോക്കാം, പർച്ചേസ് റിട്ടേൺ. നമ്മുടെ സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസ് എന്ത് ചെയ്യാണ്, നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിൽ ചില ഡിഫക്റ്റുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണേ, നമ്മളെ സപ്ലയേഴ്സിന് റിട്ടേൺ കൊടുക്കുക. അതിനെന്ത് പറയും, പർച്ചേസ് റിട്ടേൺ എന്ന് പറയും. ഈ പർച്ചേസ് ചെയ്ത വസ്തുക്കൾ നമ്മൾ റിട്ടേൺ കൊടുക്കുമ്പോ അത് റെക്കോർഡ് ചെയ്യുന്നത് ഡെബിറ്റ് നോട്ടിലാണ്, DL ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അതുപോലെ ഡിസ്കൗണ്ട് റിസീവ്ഡ്, നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ച ബൾക്കായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് ഡിസ്കൗണ്ട് കിട്ടുമല്ലോ, അത്തരത്തിലുള്ള ഡിസ്കൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യേണ്ടത് ഡെബിറ്റ് നോട്ടിലാണ്. അടുത്താണ് സെയിൽസ് റിട്ടേൺ. നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് വിറ്റു, അവരെന്താണ് അതുപോലെ ഡിഫക്റ്റ് കാരണമോ അല്ലെങ്കിൽ അവരതിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടോ കാരണം അവരെന്ത് ചെയ്യാണ്, ആ ഒരു പ്രൊഡക്റ്റ് സ്ഥാപനത്തിലോട്ട് റിട്ടേൺ തരിക, അതിനാണ് സെയിൽസ് റിട്ടേൺ അറിയാം. അത് നമ്മുടെ സ്ഥാപനം വിറ്റ സാധനം കസ്റ്റമേഴ്സ് തന്നെ എന്ത് ചെയ്യണേ, അതിൽ അവര് സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഡിഫക്റ്റ് കാരണം അവരെന്ത് ചെയ്യുക, റിട്ടേൺ തരിക. അങ്ങനെ റിട്ടേൺ തരുന്നതാണ് എന്ത്, സെയിൽസ് റിട്ടേൺ. ആ സെയിൽസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് നോട്ടിലാണ്, CN. അതുപോലെ ഡിസ്കൗണ്ട് അലൗഡ്, നമ്മുടെ കസ്റ്റമേഴ്സിന് സ്ഥാപനത്തിന് എന്തുണ്ടാവും, നമ്മള് സ്റ്റോക്ക് വിൽക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവല്ലോ, ആ കസ്റ്റമേഴ്സിന് എന്ത് കൊടുക്കുക, ഡിസ്കൗണ്ട് കൊടുക്കുക അല്ലെ. അപ്പൊ ആ ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് ആണ്. അത്തരത്തിലുള്ള ഡിസ്കൗണ്ട് അലൗഡ് റെക്കോർഡ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് നോട്ടിലാണ്.
ഓക്കെ, അപ്പൊ ഇത്രയും ആണ് പ്രധാനപ്പെട്ട ചില ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്ററി എവിഡൻസ് ആണ് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്.